പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് WWE അടുത്ത ടോപ്പ് പ്രീമിയം ലൈവ് ഇവൻ്റായ സമ്മർ സ്ലാം 2025 മാച്ച് കാർഡ് അപ്ഡേഷൻസ് ആണ്. സമ്മർ സ്ലാം 2025 സംബന്ധിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം. സമ്മർ സ്ലാമിലേക്ക് ഇപ്പോൾ കുറേയധികം മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സമ്മർ സ്ലാം 2 ദിവസമായിട്ട് ഈ വർഷം നടത്തുന്നത്. അപ്പോൾ 2 ദിവസത്തെ ഈ ഒരു സമ്മർ സ്ലാം ഇവൻ്റ് നടക്കുന്നത് ഓഗസ്റ്റ് 3-ാം തീയതി, അതായത് ഞായറാഴ്ചയും ഓഗസ്റ്റ് 4-ാം തീയതി തിങ്കളാഴ്ചയുമാണ്. അപ്പോൾ പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 മുതൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ ലൈവായി കാണാൻ സാധിക്കും. നെറ്റ്ഫ്ലിക്സ് അല്ലാതെ ഫ്രീ ആയി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ വെബ്സൈറ്റുകളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് നോക്കാം. ഓരോ ദിവസങ്ങളിലും ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് WWE കൺഫേം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മാച്ച് കാർഡ് അപ്ഡേഷൻസ് പങ്കുവെക്കുന്നത്. അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിവസത്തിൽ നമ്മൾ പങ്കുവെക്കുന്ന ഒരു ആദ്യ മാച്ചിൻ്റെ ഒരു അപ്ഡേറ്റ് സാമി സെയിൻ വേഴ്സസ് കിരൺ ക്രോസ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരത്തെ സംബന്ധിച്ചാണ്. സാമിയും കിരൺ ക്രോസും തമ്മിലുള്ള സ്റ്റോറി ആരംഭിച്ചിട്ട് ഇവരുടെ 3-ാമത്തെ മത്സരമാണ് സമ്മർ സ്ലാമിലേക്ക് ഇപ്പോൾ നടക്കാൻ പോകുന്നതായിട്ട്. ഈ മത്സരത്തിലേക്ക് ഇനിയൊരു സ്റ്റിപ്പുലേഷൻ കൂടി ആഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഒരു റോ എപ്പിസോഡിന് മുൻപുള്ള ദിവസമായതുകൊണ്ട് തന്നെ റോ എപ്പിസോഡിൽ ഇവരുടെ സ്റ്റോറി ലൈൻ്റെ അപ്ഡേഷനായിട്ട് ഈ മത്സരത്തിലൊരു സ്റ്റിപ്പുലേഷൻ കൊണ്ടുവരികയും എന്തെങ്കിലുമൊക്കെ ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷന് സമാനമായിട്ടുള്ള ഒരു മത്സരമാക്കി നടത്തുകയും ചെയ്യും. എങ്ങനെ മത്സരം നടന്നാലും കിരൺ ക്രോസിനെ സാമി സെയിൻ ക്ലീനായി തന്നെ പരാജയപ്പെടുത്തുന്നതായിരിക്കും നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിക്കുക. അങ്ങനെ ഇവരുടെ സ്റ്റോറി അനുസരിച്ചുള്ള 3-ാമത്തെ മത്സരത്തിൽ സാമി വിജയിക്കുകയും സാമി സെയിന് അടുത്ത എതിരാളി എന്നുള്ള രീതിയിലേക്ക് സ്റ്റോറി പോകുകയും ചെയ്യും. കിരൺ ക്രോസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ WWE കരിയറിൽ ലഭിക്കുന്ന ഏറ്റവും ബിഗസ്റ്റ് മാച്ച് തന്നെയായിരിക്കും സമ്മർ സ്ലാമിലെ സാമിക്കെതിരെ ഈ ഞായറാഴ്ച കളിക്കാൻ പോകുന്ന മത്സരം. 2-ാമത്തെ അപ്ഡേറ്റ് വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ജഡ്ജ്മെന്റ് ഡേയിലെ റോക്സിനി പെരസും റെഗൽ റോഡ്രിഗസും ഷാർലറ്റ്, അലക്സിയ ബ്ലിസ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റോയിലും സ്മാക്ഡൗണിലുമായിട്ട് ഈ ടീമിലെ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലാണ് സ്റ്റോറി ഇപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിടിലമായിട്ടുള്ള ഒരു മത്സര പ്രകടനം 4 പേരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. എൻ്റെ ഒരു മാച്ച് കാർഡ് പ്രൊഡിക്ഷൻ അഭിപ്രായമായി ഞാൻ പങ്കുവെക്കുന്നത് ഷാർലറ്റും അലക്സിയ ബ്ലിസും പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആകും എന്നുള്ളതാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റോറിയുടെ ആംഗിൾ അത് നല്ല രീതിയിൽ ആളുകൾക്കിടയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മർ സ്ലാമിലൂടെ പുതിയ വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരെ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിവസത്തിലെ 3-ാമത്തെ മാച്ചായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും ക്വീൻ ഓഫ് ദ റിംഗ് 2025 വിജയിച്ച ജെഡ് കാർഗിലും തമ്മിലുള്ള WWE വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഈ ഒരു സ്റ്റോറിക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോറിയിൽ വരുന്ന 2 റെസ്ലേഴ്സും ഫേസ് ക്യാരക്ടറാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫേസ് ക്യാരക്ടറിൽ വരുന്ന 2 റെസ്ലേഴ്സിനും നല്ലൊരു പുഷ് കൊടുത്തിട്ടാണ് ഈ സ്റ്റോറി ഈ ഒരു മത്സരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ജെഡ് കാർഗിൽ ഒരു വലിയ ടൂർണമെൻറ്റ് വിജയിച്ചു വരുന്നു. ടിഫനി ആണെങ്കിൽ റസൽമേനിയയിൽ ഷാർലറ്റിനെ അടക്കം തോൽപ്പിച്ചുകൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്ന ഒരു മൊമെൻ്റൊക്കെ സൃഷ്ടിച്ചിട്ടാണ് വരുന്നത്. ട്രിഷ് എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമറിനെയും ടിഫനി ഈ വരവിനിടയിൽ തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ 2 പേർക്കും ഗംഭീരമായിട്ടുള്ള ഒരു പുഷ് കിട്ടി വരുന്ന ഒരു സമയത്ത് ആര് ഇവിടെ വിജയിക്കുമെന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടിഫനി സ്ട്രാറ്റൻ തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് ആയിരിക്കും കാണാൻ സാധിക്കുക. ടിഫനി എന്ന് പറയുന്ന താരത്തിനെ അടുത്ത ഷാർലറ്റായിട്ടാണ് WWE കാണുന്നത്. അപ്പോൾ ടിഫനി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുക. ഞായറാഴ്ച നടക്കാൻ പോകുന്ന സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിവസത്തിലെ 4-ാമത്തെ മത്സരമായി കൺഫേം ചെയ്തിട്ടുള്ളത് റാൻഡി ഓർട്ടനും ജെല്ലി റോളും ടീം ആയിക്കൊണ്ട് ഡ്രൂ മാക്കിൻഡയർ, ലോഗൻ പോൾ തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ടാഗ് ടീം മത്സരമാണ്. ഈ മത്സരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജെല്ലി റോളിൻ്റെ ടീമിനാണ് വിജയ സാധ്യത എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാവർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗ് ടീം മത്സര റിസൾട്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ജെല്ലി റോളിൻ്റെ ഡെബ്യൂ മാച്ചാണ്. ജെല്ലി റോളിൻ്റെ പാർട്ണറായിട്ട് വരുന്നത് റാൻഡി ഓർട്ടനാണ്. കൂടാതെ സമ്മർ സ്ലാം പോലെയുള്ള ഒരു ബിഗസ്റ്റ് ഇവൻറ്റിൽ ലോഗൻ പോളിനെ പോലെയുള്ള ഒരു താരത്തിനെയൊക്കെ പിൻ ചെയ്തിട്ട് ജെല്ലി റോളിൻ്റെ ടീമിനെ ജെല്ലി റോൾ വിജയിപ്പിക്കുന്ന രീതിയിൽ കാണിപ്പിച്ചാൽ അത് കാണികൾക്കിടയിൽ
വലിയ രീതിയിൽ വർക്കൗട്ട് ആകും. ജെല്ലി റോൾ എന്ന് പറയുന്ന മ്യൂസീഷ്യനൊക്കെ കൊണ്ടുവന്ന് സമ്മർ സ്ലാമിൽ ഒരു മത്സരം കൊടുക്കുമ്പോൾ അത് വേൾഡ് വൈഡ് ആയിട്ടും അമേരിക്കയിലും ഉടനീളം വലിയ രീതിയിലുള്ള ഒരു അറ്റൻഷൻ പിടിച്ചു കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടാഗ് ടീം മത്സരമൊക്കെ സമ്മർ സ്ലാമിൽ നടത്തുന്നത്. അപ്പോൾ റാൻഡി ഓർട്ടൺ, ജെല്ലി റോൾ തുടങ്ങിയവരുടെ ടീം ലോഗൻ പോളിനെ പിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പ്രൊഡിക്ഷൻ അങ്ങനെയാണ്. ഡ്രൂ മാക്കൻഡയറിനെ ഈ ഒരു മത്സരത്തിൽ ഒരിക്കലും പിൻ ചെയ്ത് മത്സരം അവസാനിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞായറാഴ്ച നടക്കാൻ പോകുന്ന 5ാമത്തെ മത്സരം റോമൻ റെയിൻസും ജേ ഊസോയും ടീം ആയിക്കൊണ്ട് പോൾ ഹേമൻ്റെ, ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരമാണ്. ഈ മത്സരത്തിൻ്റെ പ്രൊഡിക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റോമൻ റെയിൻസ്, ജേ ഊസോ തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. റോമൻ റെയിൻസ്, ജേ ഊസോ തുടങ്ങിയവർ അവസാനമായിട്ടൊരു ടീം ആകുന്നു എന്നുള്ളതാണ് റോമൻ റെയിൻസ് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഒരു ആവശ്യം. ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ മാത്രം നീ എന്നെ സഹായിച്ചാൽ മതി എന്നുള്ളതാണ് റോമൻ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അത് ജേ ഊസോ ആക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു ടാഗ് ടീം മത്സരം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർക്കിടയിലെ കെമിസ്ട്രി എങ്ങനെയാണ് മത്സരത്തിനിടയിൽ അവർ കാണിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മറ്റ് ഏതെങ്കിലുമൊക്കെ ഒരു താരത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡിന് സഹായകമായിട്ട് മറ്റൊരു മെമ്പർ വന്നാൽ ചിലപ്പോൾ ഇവരുടെ ടീം വിജയിക്കുന്നതായി കാണാൻ സാധിച്ചേക്കാം. പക്ഷേ റോമൻ റെയിൻസിൻ്റെ ടീമിനെതിരെ അത്തരത്തിലുള്ളൊരു സ്റ്റോറി ഡെവലപ്മെൻറ്റ് ഈ സമ്മർ സ്ലാമിൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് കഴിഞ്ഞു വരുന്ന റോ എപ്പിസോഡിൽ ചിലപ്പോൾ ഒരു പുതിയ മെമ്പറിനെ കൊണ്ടുവന്നുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ ഈ ഒരു ടീം ബ്രൂട്ടലായി ആക്രമിക്കുന്ന രീതിയിലും കാണിച്ചേക്കാം. സമ്മർ സ്ലാമിൻ്റെ ആദ്യ ദിവസം ഞായറാഴ്ചത്തെ മെയിൻ ഇവൻ്റ് സാധ്യത കൂടുതലുള്ളത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ, നമ്പർ 1 കണ്ടൻഡറായ സൂപ്പർ താരം CM പങ്കിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ മത്സരത്തെ സംബന്ധിച്ച് പങ്കുവെക്കുകയാണെങ്കിൽ 2 പേർക്കും തുല്യമായിട്ടുള്ള ഒരു വിജയ സാധ്യതയുണ്ട്. പക്ഷേ പ്രൊഡിക്ഷനായി നമ്മൾ ഒരു ആളുടെ പേര് പറയണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഗുന്തർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ഇനി ഗുന്തർ ടൈറ്റിൽ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ എന്താണ് മത്സരത്തിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കും. CM പങ്ക് വിജയിച്ചാൽ തന്നെ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ കാണിക്കും. എന്നിട്ട് ടൈറ്റിൽ ഗുന്തറിൻ്റെ കൈവശത്ത് തന്നെ ഉള്ളതുപോലെയാണ് അവർ ഈ ഒരു മത്സരം കാണിക്കാൻ പോകുന്നത്. എന്തായാലും CM പങ്കിനെ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആക്കുന്ന ഒരു മൊമെൻറ്റ് സമ്മർ സ്ലാം 2025 അവർ കാണിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ CM പങ്കിൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് അവർ കാണിച്ചിട്ടുള്ളത് സെത്താണ്. അപ്പോൾ CM പങ്ക് വേൾഡ് ചാമ്പ്യൻ ആകാൻ പോകുന്ന ഒരു സമയത്ത് സെത്തിൻ്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാക്കി സെത്ത് നിന്നിട്ട് ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് എടുത്ത് വിജയിച്ചു വരുന്നതും പിന്നീട് സെത്തിന് പിറകെ പോയി പങ്ക് സെത്തിനെ പരാജയപ്പെടുത്തി ആ ഒരു വേൾഡ് ടൈറ്റിൽ എടുക്കുന്നതുമൊക്കെ സ്റ്റോറിയാക്കി കാണിക്കാനാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെത്തിൻ്റെ ഇഞ്ചുറി അവരുടെ പ്ലാനുകളെ നല്ല രീതിയിൽ ബാധിച്ചു. ഇനി മറ്റൊരു സംശയം സെത്ത് റോളിൻസിൻ്റെ ഒരു റിട്ടേൺ ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. സെത്തിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് ഇനി സമ്മർ സ്ലാമിൽ എന്നല്ല കുറച്ച് മാസത്തേക്ക് നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. സെത്തിൻ്റെ കാലിൻ്റെ ഇഞ്ചുറി മാറാൻ കുറച്ചധികം മാസങ്ങൾ എടുത്തേക്കും. മിക്കവാറും 2025 ഒരു മാസത്തിലും നമുക്ക് സെത്തിൻ്റെ ഒരു റിട്ടേൺ കാണാൻ സാധിക്കില്ല. അപ്പോൾ സെത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാത്തിരിക്കുന്ന ആരാധകരുണ്ടെങ്കിൽ, അത് പ്രതീക്ഷിച്ചിരിക്കുന്ന ആരാധകരുണ്ടെങ്കിൽ സമ്മർ സ്ലാമിൽ അത്തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സെത്ത് വരില്ല. വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഗുന്തർ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സമ്മർ സ്ലാമിൻ്റെ 2ാമത്തെ ദിവസത്തെ സംബന്ധിച്ചാണ്. തിങ്കളാഴ്ച ഓഗസ്റ്റ് 4-ാം തീയതി നടക്കാൻ പോകുന്ന സമ്മർ സ്ലാമിൻ്റെ 2ാമത്തെ ദിവസത്തിൽ ആദ്യ മത്സരമായി നമ്മൾ നോക്കുന്നത് WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യന്മാരായ വൈറ്റ് സിക്സിലെ ജോ ഗേസിയും ഡെക്സ്റ്റർ ലൂമിസും ഒരു TLC മത്സരത്തിലൂടെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇവരെ കൂടാതെ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ്, DIY, ഫ്രാക്സിയം, ആൻഡ്രാഡെ റേ ഫിനിക്സ് തുടങ്ങിയവരുടെ ടീം, മുൻ ചാമ്പ്യന്മാരായ സ്ട്രീറ്റ് പ്രോഫിറ്റ് തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ സമ്മർ സ്ലാമിലെ ഏറ്റവും മികച്ച മത്സരം ഏതായിരിക്കും എന്നുള്ള ചോദ്യം ഇനി വേണ്ട. അത് ഈ ഒരു TLC ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം കൊണ്ടുപോയി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മുൻപ് സ്മാക്ഡൗണിൽ ഒരു TLC മത്സരം കണ്ടത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അന്ന് അതിൽ 3 ടീമായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതൊരു 6 ടീമായിട്ടാണ് സമ്മർ സ്ലാം പോലെ ഒരു ബിഗസ്റ്റ് ഇവൻറ്റിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ടൈമും അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്പോട്ടുകളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യ സമ്മർ സ്ലാമാണ് 2 ദിവസമായിട്ട് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം സ്പോട്ടുകളൊക്കെ ഇട്ട് അവർ മാക്സിമം വൈറലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അതിന് പൊട്ടൻഷ്യലുള്ള, അതിന് കഴിവുള്ള റെസ്ലേഴ്സാണ് ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ വൈറ്റ് സിക്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻ ഏത് ടീമിനൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തുക. തിങ്കളാഴ്ചത്തെ സമ്മർ സ്ലാമിൻ്റെ 2ാം
രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു മത്സരം ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഡൊമിനിക് മിസ്റ്റീരിയോ AJ സ്റ്റൈൽസ് എന്ന സൂപ്പർ താരത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. സമ്മർ സ്ലാം പോലെയുള്ള ഒരു ബിഗസ്റ്റ് ഇവന്റ് ആയിരുന്നിട്ട് കൂടിയും AJ സ്റ്റൈൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഡൊമിനിക് എന്ന് പറയുന്ന യുവ താരത്തിൽ ട്രിപ്പിൾ എച്ചിന് വലിയ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ AJ സ്റ്റൈൽസ് ആണെങ്കിൽ റിട്ടയർമെന്റിന് ഇനി ഒരു വർഷമോ അല്ലെങ്കിൽ 1.5 വർഷമോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ AJ സ്റ്റൈൽസിനെ പോലെയുള്ള ഒരു താരം പുട്ട് ഓവർ സ്റ്റൈൽ മത്സരങ്ങൾ കളിക്കുമെന്നുള്ളതിൽ ഉപരി ഡൊമിനിക്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ആകുന്ന രീതിയിലൊന്നും അവർ കാണിക്കില്ല. അത്രയും വലിയൊരു ഡീപ്പായിട്ടുള്ള സ്റ്റോറിയൊന്നും AJയും ഡൊമിനിക്കും തമ്മിൽ ഇവർ ഇതുവരെ കാണിച്ചിട്ടില്ല. റോയിൽ ഏറ്റവും ഫണ്ണി സെഗ്മെൻറ്റ്സ് AJ ഡൊമിനിക് സ്റ്റോറിയിലാണ് കാണാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഇവർക്കിടയിൽ AJ ചാമ്പ്യൻ ആകണം എന്നുള്ള രീതിയിലേക്ക് സ്റ്റോറി ഇതുവരെ ഡെവലപ്പ് ആയിട്ട് വന്നിട്ടില്ല. ഡൊമിനിക് അനായാസമായിട്ട് AJ സ്റ്റൈൽസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമ്മർ സ്ലാമിലെ രണ്ടാമത്തെ ദിവസത്തിലെ മൂന്നാമത്തെ മത്സരമായി നമ്മൾ നോക്കാൻ പോകുന്നത് വുമൻസ് വേൾഡ് ചാമ്പ്യനായ നയോമി ട്രിപ്പിൾ ത്രെറ്റ് റൂൾസോട് കൂടി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇയോ സ്കൈ, റിയ റിപ്ലി തുടങ്ങിയവരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന മറ്റ് 2 റെസ്ലേഴ്സ്. നയോമി മിസിസ് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്തതിന് ശേഷമാണ് വേൾഡ് ചാമ്പ്യൻ ആകുന്നത്. നയോമിയുടെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് ആണ് സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നയോമിക്ക് തന്നെയാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. കിടിലമായിട്ടുള്ള ഒരു മാച്ച് പ്രതീക്ഷിക്കാം. റിയ റിപ്ലി അല്ലെങ്കിൽ ഇയോ സ്കൈ തുടങ്ങിയവർ ഏറ്റുമുട്ടിയിട്ടുള്ള മത്സരങ്ങൾ ഇതിനു മുമ്പൊന്നും നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മത്സരം അതിഗംഭീരമായിരിക്കും. നയോമി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള സ്പോർട്ടിലൂടെ ആയിരിക്കും എന്നുള്ളത് കാണാൻ വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. നയോമിയുടെ ഹീൽ വർക്ക്, ഹീൽ ചാമ്പ്യൻ ആയിട്ടുള്ള ആ താരത്തിൻ്റെ ഒരു വർക്ക് എങ്ങനെയാണെന്നുള്ളത് കാണാൻ വലിയൊരു ആകാംക്ഷയുണ്ട്. അതൊക്കെയാണ് സമ്മർ സ്ലാമിലെ നമ്മുടെ ഏറ്റവും വലിയൊരു ക്യൂരിയോസിറ്റി നിർത്തുന്ന ഒരു പോയിന്റ്. എന്തായാലും വുമൻസ് ചാമ്പ്യനായി നയോമി തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ച് ലൈറ വാൽക്കിരിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. ഈ മത്സരത്തിൽ ഒരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്തിട്ടുള്ളത് നോ കൗണ്ട് ഔട്ട്സ്, നോ ഡിസ്ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വിന്നർ മത്സരത്തിന് ഉണ്ടായേക്കും. ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ എൻഡിങ് മത്സരത്തിന് എന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റ്, ബെക്കി ലഞ്ച് ടൈറ്റിൽ റിട്ടേൺ ചെയ്താൽ പിന്നീട് ലൈറ വാൽക്കിരിക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ലൈറ തോൽക്കുമ്പോൾ ലൈറ എന്ന് പറയുന്ന താരത്തിൻ്റെ ഭാവി ഇവിടെ വെച്ച് അവസാനിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈറ വാൽക്കിരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബെക്കി ലഞ്ച് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും കാണാൻ സാധിക്കുക. പക്ഷേ അതിനുശേഷം ലൈറ വാൽക്കിരിയ ചിലപ്പോൾ വുമൻസിൻ്റെ വേൾഡ് ആ പിക്ചറിലേക്ക് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും ബെക്കി ലഞ്ചിനെ പരാജയപ്പെടുത്താൻ ലൈറ വാൽക്കിരിയ ഈ ഒരു സമ്മർ സ്ലാമിൽ സാധ്യത ഞാൻ കാണുന്നില്ല. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ മത്സരം നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സോളസിക്കോവ ജേക്കബ് ഫാറ്റുവിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇതൊരു സ്റ്റീൽ കേജ് മത്സരമാണ്. സോളസിക്കോവയുടെ MFT എന്ന് പറയുന്ന ടീം ഇൻവോൾവ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീൽ കേജ് മത്സരമാക്കിയിട്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത്. എന്നാലും MFT ഫാക്ഷനിലെ അംഗങ്ങളായ ടോളോ ടോങ്ക, ജെസി മെറ്റായോ, താങ്കല്ലാവ തുടങ്ങിയവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർക്കെതിരെ ജേക്കബ് ഫാറ്റുവിനെ സഹായിക്കാൻ വേണ്ടി ജിമ്മി ഊസോയുടെ ഒരു ഇൻ്റർഫിയറൻസും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അവസാനം ടാമ ടോങ്ക വരെ വന്നിട്ട് ജേക്കബ് ഫാറ്റുവിനെ ആക്രമിക്കുമോ എന്നുള്ളത് അറിയില്ല. ടാമ ടോങ്കയുടെ റിട്ടേണിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല. എങ്ങനെ പോയാലും ജേക്കബ് ഫാറ്റു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായി വിജയിച്ചു വരുന്നതായിരിക്കും കാണാൻ സാധിക്കുക എന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻസ്. കാരണം 40,000-ൽ അധികം വരുന്ന കാണികൾ രണ്ടാമത്തെ ദിവസത്തിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജേക്കബ് ഫാറ്റുവിനെ അവർക്ക് മുന്നിൽ ചാമ്പ്യനാക്കി കാണിക്കാൻ വലിയൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജേക്കബ് ഫാറ്റു സോളസിക്കോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആയേക്കും. നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമ്മർ സ്ലാമിലേക്ക് ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ളതിലെ ഏറ്റവും അവസാനത്തെ മത്സരം, മെയിൻ ഇവന്റ് മത്സരം, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സിന കോഡി റോഡ്സിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം, സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം, വലിയ പ്രതീക്ഷകളുള്ള മത്സരം. ഈ മത്സരത്തിൻ്റെ അവസാനം ജോൺ സിന ഫേസ് ആകുമോ, കോഡി റോഡ്സ് വില്ലൻ ആകുമോ, ഹീലാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒറ്റയടിക്ക് എൻ്റെ പ്രഡിക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ ജോൺ സിന ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അത് എങ്ങനെയാണ് എന്നുള്ളത് സമ്മർ സ്ലാം ഇവൻ്റ് കണ്ട് തന്നെ അറിയണം. കാരണം ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ഒന്നും മത്സരത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ കോഡി റോഡ്സ് എങ്ങനെയാണ് പരാജയപ്പെടാൻ പോകുന്നത്, ജോൺ സിന എങ്ങനെയാണ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ സമ്മർ സ്ലാം കണ്ടറിയണം. എൻ്റെ ഒരു പ്രഡിക്ഷൻ ജോൺ സിന 100% ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നാണ്. കോഡി റോഡ്സ് വില്ലൻ ആകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ
പരിശോധിക്കുമ്പോൾ കോഡി റോഡ്സ് വില്ലൻ ആകുകയാണെങ്കിൽ കോഡി റോഡ്സ് ടൈറ്റിൽ വിജയിച്ചേക്കാം. അല്ലെങ്കിൽ ജോൺസനെ തന്നെ വില്ലൻ ആയിക്കൊണ്ട് അല്ലെങ്കിൽ ജോൺസനെ തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതോടുകൂടി സമ്മർ സ്ലാം ഇവൻറ്റ് അവസാനിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ കോഡി റോഡ്സിനെയും കൂടി പരാജയപ്പെടുത്തിയതിന് ശേഷം ഇനി ആരായിരിക്കും ജോൺസണയുടെ ടൈറ്റിൽ റണ്ണിന് അന്ത്യം കുറിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമായിരിക്കും വരാൻ പോകുന്ന സ്മാക്ഡൗൺ വീക്ക്ലി എപ്പിസോഡുകൾക്ക് നമുക്ക് കാണാനുള്ളൊരു ആകാംക്ഷ നിലനിർത്തുന്ന ഒരു പോയിന്റ്. അങ്ങനെയായിരിക്കും സമ്മർ സ്ലാം ഇവൻറ്റ് അവസാനിക്കാൻ പോകുന്നത്. ഇനി അതല്ല കോഡി റോഡ്സ് വില്ലനായി പുതിയ ചാമ്പ്യൻ ആകുകയാണെങ്കിൽ ജോൺസണയുടെ ഭാവി എന്ത് എന്നുള്ളൊരു രീതിയിലേക്കും ചോദ്യം നിന്നേക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ജോൺസണ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. സമ്മർ സ്ലാമിലെ ഇതുവരെ നമ്മൾ പങ്കുവെച്ച അപ്ഡേറ്റ്സ് ഓരോ ദിവസവും ഇന്ന മത്സരങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ ഒരു അപ്ഡേറ്റ് അതൊക്കെ WWE സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്നാണ് WWE പുറത്തേക്ക് വിട്ടത്. ഒരാഴ്ച ഇനി കൃത്യമായിട്ട് സമ്മർ സ്ലാം ഇവൻറ്റിന് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ഇനി ഈ മത്സരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേഷൻസ് വരുന്നുണ്ടോ, ഈ മത്സരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടോ, പുതിയ മത്സരങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ പങ്കുവെക്കാം. എന്തായാലും പ്രൊഡിക്ഷൻസും സമ്മർ സ്ലാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.